പഠന പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന അലേമൺ ന്യൂ LP സ്കൂളിന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ പുതുവത്സര സമ്മാനം. പ്രഭാത ഉച്ചഭക്ഷണവും പാൽ, മുട്ട എന്നിവയുടെ വിതരണവും നടക്കുന്ന സ്കൂളിന് പ്രയോജനകരമാകും വിധം ഫ്രിഡ്ജ് വാങ്ങി നൽകുകയായിരുന്നു കാരുണ്യ കൂട്ടായ്മ. സ്കൂൾ PTA അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് കൂട്ടായ്മ ഫ്രിഡ്ജ് നൽകിയത്. PTA പ്രസിഡന്റ് P സനൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂട്ടായ്മ രക്ഷാധികാരി സുനിൽകുമാർ, പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ, സെക്രട്ടറി ഷാജഹാൻ, എക്സിക്യൂട്ടീവ് അംഗം ഷമീന നൌഷാദ് എന്നിവർ ചേർന്ന് ഫ്രിഡ്ജ് സ്കൂളിന് കൈമാറി. തികച്ചും അത് ജനുവിനായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാര്യം കൂട്ടായ്മയ്ക്ക് പൈസ പിരിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായമില്ല. കാര്യം പൈസ പിരിവ് എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട പരിപാടിയായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ടും ഈ കാരുണ്യ കൂട്ടായ്മയുടെ പേരിലാണെങ്കിൽ പോലും വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം നമ്മളുടെ അടുത്ത് വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് സ്കൂളാണ്, നമ്മളൊക്കെ ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു വന്നവരാണ്. ഇപ്പോൾ സ്വകാര്യ സ്കൂളുകൾ അനവധിയായി. ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന സാധാരണക്കാരുടെ മക്കൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്നതുകൊണ്ട് കാരുണ്യം എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പല കാരുണ്യ പ്രവർത്തനങ്ങളും കൊറോണ സമയത്തായാലും അതിനുശേഷം ഈ രോഗികളായിട്ട് കിടക്കുന്നവരുടെ അടുത്ത് ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർക്ക് നടക്കാൻ സഹായിക്കുന്ന ഈ പിടിച്ചു നടക്കുന്ന സംഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കുന്നത്. എവിടുന്നാ ഇതൊക്കെ സംഭവിക്കുന്നത് അറിയത്തില്ല. ഓരോരോ പരിപാടികൾ വരുമ്പോഴും ഞങ്ങൾ കൂട്ടായ്മയിലുള്ള ആളുകൾ 500, 1000, 200, 100 ഒക്കെ തരുന്ന ഫണ്ടുകൾ ശേഖരിച്ചാണ് ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ അലേമൺ LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ ടൗണിലും മറ്റുമൊക്കെ ആണെങ്കിൽ വലിയ വലിയ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അവർക്കൊക്കെ ഒരു ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഏത് കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ല. അവിടുത്തെയൊക്കെ PTA പ്രസിഡന്റുമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സമ്പത്തും കാര്യങ്ങളും കുറേ ബന്ധങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ നമ്മുടെ PTA പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനാണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. അയാൾ നല്ലൊരു മാധ്യമ പ്രവർത്തകനാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അന്നേരം സനൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ആവശ്യപ്പെട്ടപ്പോൾ ആ നിമിഷം തന്നെ ഞാൻ പോസിറ്റീവായിട്ട് അഭിപ്രായം ഉറപ്പ് പറയുകയും പിന്നീടാണ് കമ്മിറ്റി വെച്ച് ഇത് പാസ്സാക്കുകയും ചെയ്തത്. പ്രഥമാധ്യാപിക BS സീമ, PTA വൈസ് പ്രസിഡന്റ് ബിബിൻ, മദർ PTA പ്രസിഡന്റ് കാർത്തിക, സ്റ്റാഫ് സെക്രട്ടറി ഇന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.